വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൃഷിയും പിന്നെ എൻ്റെ അമ്മ വെച്ച മാവും മരവും ഒക്കെ കാണിച്ചു തരാൻ പോകണം. അപ്പോൾ ഇതാട്ടെ എൻ്റെ അമ്മ വെച്ച മാവ്. അപ്പോൾ ഇതിൽ നിറയെ മാങ്ങകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ മാങ്ങയൊക്കെ ഇപ്പം തന്നെ പറിച്ച് വെച്ചിരിക്കുകയാണ് അന്ന് അടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതവിടെ കുറേ മാങ്ങയുണ്ട്. ബാക്കി മാങ്ങയൊക്കെ ഞങ്ങൾ പറിച്ച് വെച്ചിരിക്കുക കേട്ടോ. കിച്ചണിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് അവിടെയൊക്കെ എൻ്റെ ഏട്ടനും ഞാനും രണ്ടുപേരും ഒക്കെ വെച്ച ഇതൊക്കെ ഉണ്ട് കേട്ടോ. പൈനാപ്പിളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇത് അവിടെയാണ് രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഞാൻ വെച്ചതൊന്നും വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഏട്ടൻ വെച്ചത് വന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് വെച്ചത്. പക്ഷെ ഏട്ടൻ വെച്ചത് വന്നിട്ടുള്ളൂ, ഞാൻ വെച്ചത് വന്നിട്ടില്ല. ഇതാണ് ഞാൻ വെച്ചത്. ഞാൻ വെച്ചത് വന്നിട്ടില്ല, ഫ്രൂട്ട് വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഏട്ടൻ വെച്ചത് വന്നു, ഏകദേശമൊക്കെ വന്നു. പിന്നെ ഇത് ഇവിടെ എൻ്റെ അച്ഛൻ്റെ കൃഷി സ്ഥലം മൊത്തം ഉണ്ട്. ഇത് അവിടെ വാഴയുണ്ട്, പിന്നെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ ദൂരെ ഒരു കടയുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ അത്യാവശ്യം വേറെ സാധനങ്ങളൊക്കെ വാങ്ങുക. ഇവിടെ കുറേ അതിനനുസരിച്ച് വാഴയും പിന്നെ പ്ലാവുകളൊക്കെ ഉണ്ട്. ഇത് കാറ്റിൻ്റെ മേൽക്കൂടെ കയറിപ്പോ. ഇവിടെ ഒരു ഇതിൻ്റെ പുറ്റുണ്ട് കേട്ടോ, പാമ്പിൻ്റെ ഇതൊക്കെയുണ്ട് കേട്ടോ. അതെ, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റാണ്. നമുക്കിനി മാങ്ങ കഴിക്കാൻ പോവാം കേട്ടോ. പഴുത്ത മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ പോവാം. നല്ല കാറ്റാട്ടോ. ഇതവിടെ കുറേ പ്ലാവുകളുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണ് വെച്ചിരിക്കണത്. പിന്നെ ഞാൻ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഇതെൻ്റെ അമ്മമ്മയുടെ വീടാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല വെയിലും ഉണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഞാൻ മുറിച്ച് വെച്ച മാങ്ങ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. എനിക്ക് അത് കഴിച്ച് കഴിച്ചിപ്പോൾ പുറത്തത്തെ മാങ്ങയൊന്നും ഇഷ്ടമല്ല. കിച്ചണിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം കഴിക്കാം. അപ്പം അതെ, ഇത് നാരങ്ങയുടെ ചെടിയാണ്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. വരും, നമുക്കിനി കിച്ചണിലേക്ക് പോവാം. ഇനി കിച്ചണിൽ പോയിട്ട് മാങ്ങ കഴിക്കാം. ഇതാണ് കിച്ചൺ. അപ്പം ഇതാണ് എൻ്റെ മാങ്ങ മുറിച്ച് വെച്ചത്. കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പഴുത്ത മാങ്ങ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഞങ്ങൾ പഴുക്കാൻ വെച്ച മാങ്ങ കുറേ മാങ്ങയുണ്ട്. ഞങ്ങൾ ഇതൊക്കെ പറിച്ച് വെച്ചാണ്. അണ്ണൻ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പറിച്ചിപ്പോൾ തന്നെ അയച്ചത്. നമുക്ക് ഫ്രണ്ടിലൊക്കെ പോവാം. ഫ്രണ്ടിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ കുറേ പൂക്കളുണ്ട്. നമുക്ക് ഇയാൾ തേങ്ങ വെച്ചാണ് എണ്ണ കിട്ടാൻ വേണ്ടി തേങ്ങയൊക്കെ ഉണങ്ങാൻ വെച്ചതാണ് കേട്ടോ. വെയിൽ കാരണം ഒന്നും കാണുന്നില്ലേ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, കാണിക്കാം. ഇവിടെ വാഴയൊക്കെയാണ് കേട്ടോ, ചെറിയ ചെറിയ വാഴകളൊക്കെയാണ്. ഇതാണ് ഫസ്റ്റത്തെ പർപ്പിൾ കളർ. എനിക്കിതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പോകാൻ വാടിപ്പോയിട്ടും വെയിൽ കാരണം. നമുക്ക് അതേപോലെ തന്നെ വേറെയും ഉണ്ട് കേട്ടത്. പിന്നെ ഇത്
ഇത് എന്തോ ഒരു സാധനം, ഇതും എനിക്കറിയില്ല. വേറെ എന്തോ ഒരു സാധനം, അതെനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്കിത് എവിടെയും പൂക്കളുണ്ട്, എവിടെയും പൂക്കളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മരങ്ങളും പ്ലാവുകളൊക്കെ ആട്ടോ. ഇവിടെ കുറേ കല്ലുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാ വാഴയുണ്ട് കേട്ടോ. ഇവിടെ മുളകുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് പോർഷൻ ആട്ടോ അത്. അപ്പം ഇവിടെ വാഴയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഉണ്ട്. ഇങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോൾ ആദ്യം കാണിച്ചു തന്ന ബാക്ക് വെച്ചിരിക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് കുറേ സ്ഥലം നല്ല കാറ്റുണ്ട് കേട്ടോ. ഭംഗിയുള്ളൊരു ചെടിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നേരത്തെ ഞാൻ കരുവേപ്പില എനിക്ക് കാണിച്ചു തരാം. ഇത് കുറേ കരുവേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്നാണ് ഞങ്ങൾ ഫുഡിനെടുക്കാനും ഒക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ എടുക്കുക കരുവേപ്പിലയൊക്കെ. ഇവിടെ കുറേ ഇതുണ്ട്, സ്ഥലമുണ്ട്. ഇവിടുന്ന് അടുത്ത വീടാണ് ഇവിടുന്ന്. പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മാമൻ വെച്ച മാങ്ങ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രണ്ടിലായിരുന്നു, പക്ഷെ അത് മുറിച്ച് കളഞ്ഞത്. ആ മരമാണ് മുറിച്ച് കളഞ്ഞ്. അപ്പോൾ അതേ നമുക്കിനി ബാക്കിൽ തന്നെയാണ് ഇനി പോണത്. ബാക്കിൽ തന്നെയാണ്. അപ്പോൾ അത് അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഇനിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിരിക്കും. അതായിരിക്കും ബൈ.